പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നലെ ഞാൻ പറയുകയുണ്ടായി ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിനെ കുറിച്ച് വിശദമായി നമുക്കൊരു പരമ്പര തന്നെ തുടങ്ങാം. കഴിയുന്നത്ര ആളുകളിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം, എത്തിക്കണം, സംസാരിക്കണം, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം. നിങ്ങളുടെ പ്രതികരണങ്ങൾ വളരെ നല്ല പ്രതികരണങ്ങളായിരുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. എന്താണ് ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ? അതൊരു പുതിയ രോഗമാണ്. ആ രോഗത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു മാനസിക ആരോഗ്യത്തിൻ്റെ പ്രതിസന്ധിയാണ്. നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയാകുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വെറുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറ്റപ്പെടുത്തുന്നു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇതുകൊണ്ട് നടന്നല്ലേ പറ്റുള്ളൂ. ജീവിതം മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. പുറത്തേക്കിറങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ട സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ആധുനിക ജീവിതത്തിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്താൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന നിരവധി തൊഴിൽ മേഖലകളുണ്ട്. കൃഷിപ്പണി ചെയ്യാനും പശുവിനെ വളർത്താനും മത്സ്യം പിടിക്കാനും വേലി കെട്ടാൻ പോകാനും പുരമേയാൻ പോകാനും കൽപ്പണി മരപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ രൂപം, നമ്മുടെ ഭാവം, നമ്മുടെ പ്രത്യക്ഷം മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കേണ്ട ഒരു തരത്തിലായിരുന്നില്ല. അതിനൊരു വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അതൊരു വിവാഹ കമ്പോളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു കാര്യമാണ്. ആ ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടോടിയേ, ആ ചെറുക്കൻ്റെ മൂക്ക് അത്ര നല്ലതല്ല, അതുകൊണ്ട് ആ ചെറുക്കൻ വേണ്ട. പെണ്ണിനെ നിനക്ക് ഇഷ്ടമായോടാ, പെണ്ണിനൊക്കെ ഇഷ്ടമായി, എന്നാലും അവളുടെ ചെവി ഇത്തിരി വളഞ്ഞായിരിക്കണത്, അതുകൊണ്ട് വേണ്ട. അങ്ങനെയൊക്കെയുള്ള ആ ഒരു സമയത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിരുന്നു. അന്നും അതിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. കുട്ടിയടത്തി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു മറുക് ഒരു പ്രശ്നമാകുന്നതും അത് സുന്ദരമായ ഒരു ചിത്രമാണ്. പല ചിത്രങ്ങളും നമ്മളിതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരം നമ്മുടെ ശത്രുവായി നമുക്ക് മാറുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കും. പെയിൻറ്റഡ് ഫേസ് ഉണ്ടാക്കാൻ നോക്കും. പെയിൻ്റ് അടിക്കും മുഖത്തിന്. ചുണ്ട് വേണ്ടത്ര കുറേ കറുപ്പ് പാടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചുണ്ടിന് പെയിൻ്റ് അടിക്കും. കണ്ണാണ് ആകർഷണീയമല്ലാതെ ഇരിക്കുകയാണെങ്കിൽ കണ്ണിനൊരു വാല് വെച്ച് കൊടുക്കും. കുരങ്ങനെ പോലെ കണ്ണിന് വാല് കിട്ടിക്കഴിയുമ്പോൾ കണ്ണ് നന്നാകും, അപ്പിയറൻസ് നന്നാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയിൽ കുടുങ്ങി പല പണികൾ ചെയ്തു നോക്കും. അവിടെ ഒരു മറുവുണ്ട്, ആ മറുവിൻ്റെ പുറത്ത് എന്തെങ്കിലും തേച്ച് കൊടുക്കാം. മറുവ് എടുത്ത് കളഞ്ഞാലോ, പലപ്പോഴും ഒരു മറുവുണ്ടാകും, ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതെടുത്ത് കളഞ്ഞാലോ, ഒരു കറുത്ത പാട് വന്നിട്ടുണ്ട്, ആളുകൾ കണ്ടാൽ എന്താ വിചാരിക്കുക, എൻ്റെ ഒരു അപ്പിയറൻസ്, എൻ്റെ സൗന്ദര്യം പോയി. ആളുകളൊക്കെ അതുമ്പോൾ തന്നെയാണ് നോക്കണത്. ആളുകൾക്ക് എന്ത് കാര്യം ഇതിൽ? നിങ്ങളുടെ അവിടെ 1 or 10 മറുകുണ്ടെങ്കിലും ആളുകൾക്ക് എന്നാ കാര്യം? എന്നാലും നിങ്ങൾക്ക് തോന്നുകയാണ് ആളുകൾ മുഴുവൻ അങ്ങോട്ടാണ് നോക്കണത്, നിങ്ങളെ തന്നെയാണ് നോക്കണത്. ഇതൊരു വൈരൂപ്യമാണ്. ഒരു മുറിച്ചുണ്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാവുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വൈരൂപ്യങ്ങളുണ്ടെങ്കിൽ ഒരു സർജറിയൊക്കെ ചെയ്യുന്നതിന് ഞാനെതിരൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു തോന്നലിലേക്ക് വന്ന് സ്വാഭാവികമായ, ആരും ശ്രദ്ധിക്കാത്ത, ആരും തിരിച്ചറിയാത്ത, കണ്ടാൽ തന്നെ ഒരു കുഴപ്പവും അങ്ങനെ പ്രത്യേകിച്ച് തോന്നേണ്ടതില്ലാത്ത തരത്തിലുള്ള, പൊതുവായൊക്കെ ഉള്ള തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനസ്സ് വിഷമിക്കാനും അതിൽ വേവലാതിപ്പെടാനും അതിനു വേണ്ടിയിട്ട് പരിഹാരത്തിൻ്റെ കമ്പോളത്തിലേക്ക് ഇറങ്ങാനും അത് വലിയൊരു മാർക്കറ്റാണ്. വലിയ ലാഭത്തിൻ്റെ കൊള്ളയുടെ ഒരു മേഖലയാണ്. അതിലൂടെയെല്ലാം പോയിട്ടും പ്രയാസം മാറുന്നില്ലെങ്കിലോ, അങ്ങനെ മാറുന്നില്ല എങ്കിൽ ഒതുങ്ങിക്കൂടാൻ തുടങ്ങുന്നു. പുറത്തേക്കധികം പോകുന്നില്ല. പുറത്തേക്ക് പോകുമ്പോൾ ആളുകൾ മുഴുവൻ എന്നെ നോക്കുന്നു. ഒരാളതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ചിലരതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതെന്താടി അത്? അയ്യോ, അതൊരു ഒരു കൂട്ടുകാരി വളരെ കൂടുതൽ ആത്മാർത്ഥത പോലെ അങ്ങനെ കൊണ്ടൊക്കെ പറയുമ്പോൾ അത് ഇത്തിരിയും കൂടി ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ, അത് ഇത്തിരിയും കൂടി തൊടുത്തിരുന്നെങ്കിൽ,
കൊള്ളായിരുന്നുടിയേ എന്ന് പറഞ്ഞ അത് മതി, അതോടെ തീർന്നു. അങ്ങനെ പുറത്തേക്കിറങ്ങാതെ പരിപാടികളിൽ പങ്കെടുക്കാതെ ഒതുങ്ങിക്കൂടുന്നു. പിന്നെ ഇങ്ങനെ ജീവിക്കണ്ടെന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്തവർ, അവരെയൊക്കെ ലിസ്റ്റ് ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റീസിൻ്റെ കാര്യമായിട്ട് ഒന്നും പുറത്തു വന്നിട്ടില്ല. മൈക്കിൾ ജാക്സനെ പോലുള്ള ചില ആളുകളുടെ നേരിട്ടുള്ള കാരണം അതല്ല പറയുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അപകർഷതാബോധം, ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിലാണ് മൈക്കിൾ ജാക്സനൊക്കെ ഈ ഗതികേട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു കെണിയിൽപ്പെട്ട് ഇത് ഇത്തരത്തിലുള്ള അപകർഷതാബോധം എന്ന് അതിനെ പറയുന്നത് കുഴപ്പമല്ല, ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് തന്നെ പറയണം. ഇത് വളർത്തി വലുതാക്കി കൂടുതൽ ആളുകളെ അനാവശ്യങ്ങളായ ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയമാക്കുന്ന വലിയൊരു വ്യവസായമെന്ന് മെഡിക്കൽ വ്യവസായത്തിൻ്റെ കൂടെ തഴച്ചു വളരുകയാണ്. കോസ്മെറ്റിക്കുകളുടെ ഭാഗമായിട്ട് തഴച്ചു വളരുന്നു. അതിനുമപ്പുറത്തേക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായി തഴച്ചു വളരുന്നു. ഉൽപ്പന്നങ്ങളുടെ, ഉപകരണങ്ങളുടെ, ചികിത്സയുടെ, മരുന്നുകളുടെ ഭ്രാന്തമായൊരു മേഖലയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് പടർന്നു പിടിക്കുന്നത്. രസകരമായൊരു കാര്യം, പല ഡോക്ടർമാർക്കും പല ആരോഗ്യ വിദഗ്ധർക്കും ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല എന്ന ഭാഗത്താണ്. ഇവിടെ നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ അറിവിൽ ഇത്തരത്തിൽ മനോവിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി കരുതണം. ആത്മഹത്യയിലേക്ക് വരെ വീഴാനുള്ള സാധ്യത അവർക്കുണ്ട്. ആരെങ്കിലും അവരോട് അവരുടെ പോരായ്മയെക്കുറിച്ച് സംസാരിക്കുകയോ കളിയാക്കുകയോ കുത്തുവാക്ക് പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വിശേഷിച്ചും അങ്ങനെയുള്ളവർക്ക് കച്ചവട ലക്ഷ്യങ്ങളില്ലാതെയുള്ള കൗൺസിലിങ്, അത് സമൂഹത്തിൽ സ്വാധീനമുള്ള പുരോഹിതന്മാർ തുടങ്ങി അതുപോലെ സൈക്കോളജിസ്റ്റുകൾക്ക് അവർക്ക് മരുന്ന് വെക്കാനുള്ള വാസനയൊന്നുമില്ല, കൗൺസിലിങ്ങാണ്. നേച്ചർ ലൈഫിൻ്റെ ഡോക്ടർമാർ മിക്കവാറും എല്ലാവരും BNYS കഴിഞ്ഞവരാണ്. കോഴിക്കോട് നേച്ചർ ലൈഫിൽ ഡോക്ടർ സൗമ്യയുണ്ട്, എൻ്റെ സഹധർമ്മിണി. സൈക്കോളജി MSc കഴിഞ്ഞതാണ്, MPhil എടുത്തതാണ്. സൗമ്യ പ്രത്യേകമായുള്ള കൗൺസിലിങ് കോഴിക്കോട് നേച്ചർ ലൈഫിൽ ഇതിന് മാത്രമല്ല മാനസികമായിട്ടുള്ള മറ്റു രോഗങ്ങൾക്കുമൊക്കെ ട്രീറ്റ്മെൻ്റ് ഉള്ളതാണ്, കൗൺസിലിംഗ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സമീപിക്കാൻ മടിക്കരുത്. ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിനെ പറയുന്നത് ഇവർ മണിക്കൂറുകൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ നോക്കി മണിക്കൂറുകൾ ഇത് ഈ പോരായ്മയിൽ ഇങ്ങനെ ഇരിക്കും. അത് പരിഹരിക്കാനുള്ള വഴികൾ പലതിങ്ങനെ ചെയ്തു നോക്കും. അപ്പോൾ ആ ടെൻഡൻസിയൊക്കെ കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം അപകടത്തിലേക്ക് പോവുകയാണ്. ആ അപകടം ഇന്നത്തെ കമ്പോളം, മാർക്കറ്റ്, ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ മാഫിയ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കോസ്മെറ്റിക് മാഫിയ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ചെറുതായി കാണരുത്. അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടെ വിശദമായിട്ട് ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ പറയാം. കഴിയുന്നത്ര ചെറുപ്പക്കാരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കണം, സംസാരിക്കണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.